അടുത്ത ലെസൺ കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കിയാണ്. അതായത് 12ാമത്തെ ലെസൺ. അത് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. കവി ഒരു പ്രാവശ്യം ഗോവയിലെ പ്രസിദ്ധമായ ഒരു അമ്പലമുണ്ട്, മങ്കേഷ് മന്ദിർ എന്ന്. അവിടെ പോയപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കവിത അദ്ദേഹം എഴുതിയിരിക്കുന്നത്, ONV കുറുപ്പ്. കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി. അപ്പോൾ അവിടുത്തെ അമ്പലത്തിൽ കണ്ട ഒരു സംഭവമാണ് അദ്ദേഹം കവിതയായിട്ട് എഴുതിയിരിക്കുന്നത്. പുരാന ദേവാലയ് ഉസ്കെ നിക്കട് ഹേ കുമുദ് സരോവർ രാസ്തേ മേ പൂജാദ്രവ്യ ബേച്ച്നെ വാലോം കെ കിത്നി ഹി ദിൽ. അപ്പോൾ അദ്ദേഹം പറയാണ്, പഴയൊരു ദേവാലയമായിരുന്നു. അതിൻ്റെ അടുത്ത് എന്താണ്, ആമ്പൽപ്പൂവിൻ്റെ ഒരു കുളം ഉണ്ടായിരുന്നു. വഴി മുഴുവനും പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന ആളുകൾ, അങ്ങനെ കുറേ കൂട്ടങ്ങൾ, അതായത് ഒരു അമ്പലത്തിൻ്റെ വാതിക്കൽ പൂജാദ്രവ്യങ്ങളും അതും ഇതൊക്കെ വിൽക്കുന്ന പൂക്കളൊക്കെ വിൽക്കുന്ന കുറേ ആളുകളെ കണ്ടു. ഇതർ ഇഷ്ടദേവുക ഇഷ്ട നൈവേദ്യഹേ കുമുദ് ഫൂൽ. അവിടുത്തെ അമ്പലത്തിലെ ആ ദേവൻ്റെ നൈവേദ്യം എന്ന് പറയുന്നത്, ഇഷ്ടമായപ്പെട്ട നൈവേദ്യം എന്ന് പറയുന്നത് ആമ്പൽപ്പൂവാണ്. मार्गदर्शी योम यों कहकर किसी कोने में मृदुजल सांप ज्यों लटके लंबे टंडलों के ചോരോं पर ഖിലെ. അതായത് ഈ അവിടുത്തെ ദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ആമ്പൽപ്പൂവായിരുന്നു. അപ്പോൾ ആ വഴിയോരങ്ങളിൽ, അതായത് അമ്പലത്തിൻ്റെ ഓരോ കോണുകളിലുമായിട്ട് ഈ ഉണങ്ങിയതും പച്ചയുമായ ആമ്പൽപ്പൂ വിൽക്കുന്ന ഒത്തിരിയധികം ആളുകൾ ആ വഴിവക്കിൽ ഉണ്ടായിരുന്നു. श्वेत कुमुद फूल बेचने वालियों मेरे हाथ से मेरे सम्मुख आकर बोली कोई लड़की मुरझाए फूल की टटल जो. അങ്ങനെ ശ്വേത് കുമുദ് ഫൂൽ എന്ന് പറഞ്ഞാൽ വെള്ള ആമ്പൽപ്പൂ വിൽക്കുന്ന ഒരു കുട്ടി. അതായത് അവിടെ വെള്ള ആമ്പൽപ്പൂവുണ്ട്, ചുവപ്പ് ആമ്പൽപ്പൂവുണ്ട്. അപ്പോൾ വെള്ള ആമ്പൽപ്പൂവാണ് അവിടുത്തെ ദേവന് ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ എന്നും പറഞ്ഞ് ഒരു പെൺകുട്ടി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു. അത് ആ കുട്ടിയുടെ കയ്യിലുള്ളത് മുഴുവനും എന്തായിരുന്നു, ഉണങ്ങിയ പൂക്കളായിരുന്നു. ദീൻ സ്വർ മേ പ്രാർത്ഥന കർത്തി ഉസ്കെ ഹാത്തോ മേ രഖ് ദിയ മേനിക് ചോട്ടാ സിക്ക ഫൂൽ ക ദാം. അപ്പോൾ വളരെ ദയനീയമായ ഒരു സ്വരത്തിലായിരുന്നു ആ കുട്ടി പ്രാർത്ഥിച്ചത്. അതായത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ. വളരെ വിശന്ന് നിൽക്കുന്നൊരു പെൺകുട്ടിയായിരുന്നു തോന്നിയയാൾക്ക്. അദ്ദേഹം ഒരു ചെറിയൊരു കോയിൻ അദ്ദേഹത്തിന് ആ കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു, പൂവിൻ്റെ പൈസയായിട്ട്. मेरी ओर बढ़ाते फूल और उसके मुखड़े दोनों को देखा मैंने हाय मुरझा रहे दो सुरम्य सुकोमल रूप. ഞാൻ ആ പൂക്കൾ വാങ്ങിയ ശേഷം ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ കുട്ടിയുടെ മുഖവും വാടിയിരിക്കുന്നു, കയ്യിലിരിക്കുന്ന പൂക്കളും വാടിയിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അത്ര ഭംഗിയുള്ളൊരു മുഖം, കോമളമായൊരു മുഖമാണ്, പക്ഷെ അത് വാടിയിരിക്കുന്നതായിട്ട് തോന്നി. तू अन्य है इस छोटी बहन के लिए, इससे बढ़कर पुण्य भला क्या है, तुझे चढ़ाकर भला अब क्या पाऊँ मैं. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, അല്ലയോ പൂവ്, ഈ പൂക്കെന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അന്നമായിട്ടാണ് ഈ സഹോദരിക്ക് എന്ന് കവിക്ക് തോന്നി. അതായത് ദൈവത്തിനിടുന്ന മാലനേക്കാളും മനോഹരമായിരിക്കും ഈ കുട്ടിക്ക് ഈ പൂക്കൾ എല്ലാം വാങ്ങിച്ച് അതിൻ്റെ വിശപ്പ് അടക്കിയാൽ അത്രയും പുണ്യം വേറൊന്നും കിട്ടില്ല എന്ന് കവിക്ക് തോന്നി. खाली खाद आगे बढ़ जाता हूँ मैं मेरे हाथ से കദീൻ സ്വധീമ ഹോത്താ ജാത്തായ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ പൈസയെല്ലാം കൊടുത്ത് ആ പൂക്കൾ മുഴുവൻ കുട്ടിയുടെ നിന്ന് വാങ്ങിയ ശേഷം ഇദ്ദേഹം മുന്നോട്ട് നടന്നു. അപ്പോഴും ഇയാളുടെ മനസ്സിൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന ദീനമായ ആ സ്വരം, ആ പെൺകുട്ടിയുടെ ദീനമായ സ്വരവും മുഖവുമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മുഖത്തും മനസ്സിലും പതിഞ്ഞിരുന്നു വെച്ചത്. അപ്പോൾ അദ്ദേഹം എവിടെയായിരുന്നു, ഗോവയിലെ പ്രസിദ്ധമായ മന്ദിരമായിരുന്നു മങ്കേഷ്. അവിടെ ആ മന്ദിരത്തിൽ പോയത്, അമ്പലത്തിൽ പോയപ്പോൾ ഉണ്ടായ സംഭവമാണ് അദ്ദേഹം കവിതയായിട്ട് രചിച്ചേക്കുന്നത് കേട്ടോ. ഇത് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പ്.